പാലസ്തീൻ്റെയും ഇസ്രയേലിൻ്റെയും പ്രശ്നത്തിനകത്ത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രണ്ട് തട്ടിലായിട്ടുണ്ട്. അതായത് ഫ്രാൻസ് ഇസ്രയേലിനെതിരെ വലിയ നിലപാടെടുക്കുകയും കടുത്ത രൂക്ഷ വിമർശനം ഉന്നയിക്കുകയൊക്കെ ചെയ്യുകയും എതിരായി വോട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. എന്താണ് ഇതിന് പിന്നിൽ ഇങ്ങനെ രണ്ട് തട്ടിലാവാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ ഗാസയിലെ നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 325 യൂറോപ്യൻ യൂണിയൻ അവരുടെ അംഗരാജ്യങ്ങളിലേക്ക് അംബാസഡർമാരും പിന്നീട് കൂടെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അങ്ങനെ 325 പേരാണ് ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഈ നടപടികൾക്കെതിരെ, അതായത് ഏതാണ്ട് നാണമില്ല ഇങ്ങനെ നോക്കിക്കാനായിട്ട് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അത് വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ഇസ്രായേലിൻ്റെ അവർ പറയുന്നതനുസരിച്ച് ഇസ്രായേലിൻ്റെ ഈ ഒരു കൊലവിളിക്കെതിരെ എന്തെങ്കിലും ഒരു ചെറുവിരലനക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല? നിങ്ങൾ എന്താണ് ഇതൊന്നും കാണുകയും കേൾക്കാതെയും ഇരിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഗാസയെ അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെയും ശവപ്പറമ്പാകാനായിട്ട് യൂറോപ്പ് അനുവദിക്കരുത് എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ നമുക്കറിയാം, നിരവധി പേർ കൊല്ലപ്പെടുന്നുണ്ട്, കുട്ടികൾ ഉൾപ്പെടെ കൊല്ലപ്പെടുന്നുണ്ട്. അത് പറയേണ്ടി തന്നെ വരും. പക്ഷെ അതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. നമുക്കറിയാം, ഇവരെ മനുഷ്യ കവചങ്ങളാക്കുന്നത് കൊണ്ടാണ് അത്രയേറെ പ്രശ്നം അവിടെ ഉണ്ടാകുന്നത്. ഹമാസ് സാധാരണക്കാരെ മനുഷ്യ കവചമാക്കിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ പോരാട്ടം നേരിട്ട് ഹമാസുകൾക്ക് നേരെ തന്നെയാണ്. ഹമാസുകൾ ഇവർക്ക് പിന്നിൽ ഒഴിക്കുമ്പോൾ ഈ ചെന്ന് വീഴുന്ന മിസൈലുകൾ, ഡ്രോണുകൾ എന്തും ആയിക്കോട്ടെ അതെല്ലാം ചെന്ന് വീഴുന്നത് ഒരു വശത്ത് ഹമാസുകൾ കൊല്ലപ്പെടുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന സാധാരണക്കാർ കൊല്ലപ്പെടുന്ന കാര്യങ്ങളും കൂടി ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ്റെ പ്രധാനപ്പെട്ട ഈ ഉദ്യോഗസ്ഥർ 325ഓളം പേർ ചേർന്നുകൊണ്ട് പറയുന്നത് ഇത് ഒഴിവാക്കേണ്ട സമയമെടുത്തു, കാരണം കൂട്ടക്കുരുതിയാണ് നടക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. ഒന്നാമത്തേത്, ഈ അന്താരാഷ്ട്ര നിയമങ്ങളുടെയൊക്കെ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് മേൽ ഉപരോധം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇസ്രായേൽ സർക്കാരിന് യുദ്ധക്കുറ്റങ്ങൾക്ക് ഉത്തരവാദികളായിട്ടുള്ള രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിനും എതിരെ ഉടനടി ഈ പറയുന്ന ഉപരോധം ഏർപ്പെടുത്തണം. അപ്പോൾ അത് പ്രധാനമായും വരുമ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നെതന്യാഹു തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. നെതന്യാഹുവിനെതിരെ പല യുദ്ധക്കുറ്റങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊന്ന്, യൂറോപ്യൻ യൂണിയനും ഇസ്രായേലും തമ്മിലുള്ള അസോസിയേഷൻ കരാറുണ്ട്, അത് അടിയന്തരമായിട്ട് തന്നെ റദ്ദാക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് വരുന്നത് ആയുധ വ്യാപാരം. യാതൊരു തരത്തിലും ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും കയറ്റുമതി ചെയ്യരുത്, കർശനമായി തന്നെ അത് നിർത്തലാക്കണം എന്നൊക്കെ പറയുന്നു. പിന്നീട് കച്ചവടത്തിൽ നിയന്ത്രണങ്ങൾ വരുത്തുക എന്ന് പറയുന്നുണ്ട്. ഇവരുമായിട്ടുള്ള അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികളൊക്കെ ഇസ്രായേലിൻ്റെ അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾ നിരോധിക്കണം. യൂറോപ്യൻ യൂണിയൻ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതികളെല്ലാം ഇസ്രായേലിൻ്റെ പ്രവേശനം പരിമിതപ്പെടുത്തണം എന്നുകൂടി ഇവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുക, അത് പണ്ടിനാലെ എത്രയോ വർഷങ്ങളായി പറയുന്ന ഒരു ആവശ്യമാണ്. പക്ഷേ ഇത്രയും നാൾ ഇസ്രായേൽ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ പറയുന്ന ആർക്കും അതിനോട് അംഗീകരിക്കാനോ ചേർന്ന് പോകാനോ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു നിരന്തരമായ യുദ്ധത്തിലേക്ക്, ഇനി ഇവരെ എങ്ങനെ ഇല്ലാതെയാക്കണം എന്നുള്ള ഘട്ടത്തിലേക്ക്, പലസ്തീനെ ഇനി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയതിനു ശേഷം ഈ അറബ് രാജ്യങ്ങളായിക്കോട്ടെ നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ എല്ലാവരും പറയുന്നത് പലസ്തീനെ അംഗീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു രാജ്യം അതിൽ നിന്ന് പിന്മാറിയതിനു ശേഷമാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ UN രക്ഷാസമിതിയും പൊതുസഭയും ഒക്കെ അടിയന്തര യോഗം വിളിക്കണമെന്ന് പറയുന്നു. പിന്നീട് പറയുന്നത്, പലസ്തീനികൾക്കും ഇസ്രായേലിനും സമാധാനപരമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തിനായിട്ട് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയവും നയതന്ത്രപരവുമായിട്ടുള്ള നേതൃത്വം നൽകണം എന്ന് പറയുന്നുണ്ട്. ഈ പ്രസ്താവനയിൽ ഹമാസ് ആക്രമണങ്ങളൊക്കെ അപലപിക്കുന്നുണ്ട്. അത് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന പ്രതികാര നടപടികൾക്കൊക്കെ ഒരു കാരണമായി കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഈ പറയുന്ന രാജ്യങ്ങൾ ഇത്രയും കാര്യങ്ങളോ ആവശ്യങ്ങളൊക്കെ ആവശ്യപ്പെടുമ്പോൾ പോലും അന്ന് ആ ഒക്ടോബർ 7 നടന്നിട്ടുള്ള കൂട്ടക്കുരുതിയെക്കുറിച്ച്, അന്ന് നടന്നിട്ടുള്ള മനുഷ്യ മനസ്സ് മരവിപ്പിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആരും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇത്രയൊക്കെ ആഹ്വാനമൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടായിരിക്കാം യൂറോപ്യൻ യൂണിയൻ ഇതിൽ
ഒരു പ്രശ്ന പരിഹാരത്തിന് ഇറങ്ങാത്തത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഗാസ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയനിലുള്ള 27 അംഗരാജ്യങ്ങൾക്കും ഒരേ അഭിപ്രായമല്ല എന്നുള്ളത് തന്നെയാണ്. ചിലർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്, ചിലർ മിണ്ടാതിരിക്കുന്നുണ്ട്, ചിലർക്ക് ഇത്തരത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇസ്രായേലിനെ വിമർശിക്കുന്ന രാജ്യങ്ങളുണ്ട്. അത് അയർലൻഡ്, സ്പെയിൻ, ബെൽജിയം, സ്ലൊവേനിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ഈ നടപടികളെ മുഴുവനും വിമർശിക്കുകയും ഇതൊക്കെ മാനുഷിക പ്രശ്നങ്ങൾക്ക് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന രാജ്യം ആണ് എന്നുള്ളതാണ്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുമുണ്ട്. ജർമ്മനി, ഹംഗറി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട അംഗരാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളാണ്. അപ്പോൾ അവർ സ്വാഭാവികമായി ഇതിൽ നിന്ന് പിൻവലിഞ്ഞ് നിൽക്കും. ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ടും രാഷ്ട്രീയ ബന്ധങ്ങൾ കൊണ്ടും ഒക്കെ ഇസ്രായേലിനെതിരെ ഇവർ ശക്തമായിട്ടുള്ള നടപടി അല്ലെങ്കിൽ ഒരു തീരുമാനം പറയാനായിട്ട് മടിച്ചു നിൽക്കുകയാണ്. ഈ ആഭ്യന്തര ഭിന്നതകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഉപരോധം പോലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും ഈ പറയുന്ന രാജ്യങ്ങൾക്ക്, യൂറോപ്യൻ യൂണിയന് കൃത്യമായിട്ട് എടുക്കാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ്. ഇനി യൂറോപ്യൻ യൂണിയൻ ഇസ്രായേൽ അസോസിയേഷൻ കരാർ, ഇത് നയതന്ത്രജ്ഞരുടെ പ്രസ്താവനയിലെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു കരാർ റദ്ദാക്കുക എന്നാണല്ലോ. ഈ കരാർ 2000 മുതൽ നിലവിൽ വന്നിട്ടുള്ള ഒരു കരാറാണ്. ഈ കരാറാണ് യൂറോപ്യൻ യൂണിയനും ഇസ്രായേലും തമ്മിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളുടെയൊക്കെ ആധാരം അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇസ്രായേലിന് യൂറോപ്യൻ യൂണിയൻ വിപണിയിലേക്ക് മുൻഗണനയോടുകൂടി തന്നെ പ്രവേശനം ലഭിക്കാനായിട്ട് ഈ കരാർ വഴി സാധിക്കും എന്നുള്ളതാണ്. യൂറോപ്യൻ യൂണിയനാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി. അതുകൊണ്ട് തന്നെ കരാർ റദ്ദാക്കുന്നത് ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യും. പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യമായി ബാധിക്കുമെന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ഈ കൊടുക്കൽ വാങ്ങലിൽ 2 കൂട്ടർക്കും നഷ്ടമുണ്ടാകും. ഈ 2 കൂട്ടർക്കും വരുന്ന നഷ്ടങ്ങൾ ഏതിലാണ് ഒരു പൊടിക്ക് മുന്നിൽ എന്നുള്ളത് നോക്കിയിട്ടാണ് എല്ലാവരും കാര്യങ്ങൾ തീരുമാനിക്കാൻ നിൽക്കുക എന്നുള്ളതാണ്. ഈ കരാറിലെ ആർട്ടിക്കിൾ 2 പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മനുഷ്യാവകാശങ്ങളോടും ജനാധിപത്യ തത്വങ്ങളോടും ഉള്ള ബഹുമാനത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഗാസയിലെ ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങൾ ഇവർ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നത് ഈ ആർട്ടിക്കിൾ 2 അതിൻ്റെ ലംഘനമാണ് എന്നുള്ളതാണ്. പക്ഷേ ഗസയിലെ വിഷയം പോലല്ല ഇസ്രായേൽ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് ഇടപെടുന്നുണ്ടാവുക എന്നുള്ളതാണ് ഒരു പരിധിവരെ മറ്റു രാജ്യങ്ങളെ, യൂറോപ്യൻ യൂണിയനിലെ ഒരു വിഭാഗം രാജ്യങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടാവുക. അവരുമായിട്ടുള്ള ഡീലിങ്സിൽ ഇസ്രായേൽ വളരെ മാന്യമായിട്ടുള്ള ഇടപാടുകളായിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ലാഭമുള്ള കരാറിൽ നിന്ന് ഒരിക്കലും ആ രാജ്യങ്ങൾ പിന്മാറില്ല. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനോട് അമേരിക്ക പല കാര്യങ്ങളും ഇന്ത്യക്ക് എതിരെ ആവശ്യപ്പെട്ടിട്ട് അവരൊന്നും അംഗീകരിക്കുന്നില്ലല്ലോ. കാരണം അവർക്ക് ഇന്ത്യയെ വേണം, പല കാര്യങ്ങളുണ്ട്, മുന്നോട്ടുള്ള കുതിപ്പിന് അത് ആവശ്യമാണ്. അതുപോലെ തന്നെ ആയിരിക്കില്ല ഇത്തരത്തിൽ യൂറോപ്യൻ യൂണിയനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം. ഒരു വിഭാഗം രാജ്യങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകും, മറ്റു വിഭാഗത്തിന് അതുണ്ടാകില്ല. അവർക്ക് ഒരു പക്ഷേ ഞങ്ങൾക്ക് വാണിജ്യം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഇവരിത് നിർത്തണം എന്നുള്ളതായിരിക്കാം. ഇപ്പോൾ നിലവിൽ മുന്നേ അംബാസഡർമാർ പൂർണ്ണമായിട്ടുള്ള ഉപരോധമൊക്കെ ആവശ്യപ്പെടുമ്പോൾ യൂറോപ്യൻ കമ്മീഷൻ കൂടുതൽ പരിമിതമായിട്ടുള്ള എന്നാൽ പ്രധാനപ്പെട്ട ചില നടപടികളൊക്കെ ഏർപ്പാടാക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഈ തമ്മിലുള്ള അടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാകണം അത്തരത്തിലൊരു നടപടി പോകുന്നത്. വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അസോസിയേഷൻ കരാറിലെ ചില വ്യാപാര വ്യവസ്ഥകളൊക്കെ താൽക്കാലികമായിട്ട് നിർത്തലാക്കാനായിട്ടുള്ള നിർദ്ദേശമുണ്ട്. ഇതുവഴി ചില ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ വിപണിയിലെ നികുതി രഹിത പ്രവേശനം നഷ്ടമാകും എന്നുള്ളതാണ്. അത് ഫ്രീ ട്രേഡ് നടപ്പിലാകില്ല. മറ്റൊന്ന് എന്ന് പറയുന്നത് ചില വ്യക്തികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കം അവർ നടത്തുന്നുണ്ട്. ഇതിൽ തീവ്ര നിലപാടുള്ള ഇസ്രായേൽ മന്ത്രിമാരുണ്ട്, അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അക്രമകാരികളായിട്ടുള്ള കുടിയേറ്റക്കാരുണ്ട്, ഹമാസിൻ്റെ രാഷ്ട്രീയ നേതാക്കളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പ്രസ്താവനയിൽ ആവർത്തിച്ച് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ശവപ്പറമ്പ് എന്ന് ഗാസയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് UN-ഉം ICJ-യുമാണ്. ഈ UN പൊതുസഭയും സുരക്ഷാ കൗൺസിലും യോഗം ചേർന്ന് ഉപരോധം ഏർപ്പെടുത്താനാണ് ആവശ്യപ്പെടുന്നത്. പലപ്പോഴും സുരക്ഷാ കൗൺസിൽ ചില രാജ്യങ്ങളുടെയൊക്കെ വീറ്റോ കാരണം ഫലപ്രദമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നു അല്ലെങ്കിൽ എടുക്കാതിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്.
അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ താൽക്കാലിക കണ്ടെത്തലുകളെക്കുറിച്ചുള്ള പരാമർശം ഇസ്രായേലിൻ്റെ നടപടികൾക്കെതിരെയുള്ള നിയമപരമായിട്ടുള്ള വാദങ്ങൾക്ക് ഒരു അടിസ്ഥാനമുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. മുൻ അംബാസഡർമാരുടെ ഈ ഒരു കത്ത് എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇത് യൂറോപ്യൻ യൂണിയൻ്റെ ആഭ്യന്തര രാഷ്ട്രീയ ഭിന്നതകൾ കൂടി പുറത്ത് കാണിക്കുന്ന ഒന്നാണ്. അതായത് യൂറോപ്യൻ യൂണിയനും രണ്ട് തട്ടിലാണ് പല കാര്യങ്ങൾ. ഇതിപ്പോൾ ഗാസയുടെ വിഷയത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ കാര്യത്തിലും അവർ രണ്ട് തട്ടിലാണ് എന്നുള്ളത് തന്നെയാണ്. അമേരിക്കയുമായിട്ട് അവർക്ക് ചേർന്ന് പോകാൻ പറ്റില്ല. നമുക്കറിയാം അമേരിക്കയുമായിട്ട് ഇസ്രായേൽ, അമേരിക്ക എടുത്തു വളർത്തിയ കുട്ടി എന്ന് പറയാവുന്ന രാജ്യമാണ് ഇസ്രായേൽ. പിച്ച വെക്കാൻ പഠിപ്പിച്ചതൊക്കെയും അമേരിക്ക തന്നെയാണ്. പക്ഷേ അമേരിക്കയുടെ നയങ്ങൾ ആ രാജ്യത്തിന്, അതായത് പിച്ച വെക്കാൻ പഠിപ്പിച്ചാലും തൻ്റെ ജീവന ആപത്താണ് എന്ന് മനസ്സിലാകുമ്പോൾ അമേരിക്കയെ തിരിഞ്ഞു നോക്കാത്ത, അതായത് അമേരിക്കയുടെ എന്താ പറയുക ഉപദേശങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾക്കോ അമേരിക്ക പറയുന്ന ചില കാര്യങ്ങൾക്കോ വിധേയപ്പെടാനുള്ള താല്പര്യമില്ല എന്നുള്ളത് ഇപ്പോൾ ഇസ്രായേൽ തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പൊതുവായിട്ട് യൂറോപ്യൻ യൂണിയനിൽ നോക്കുമ്പോൾ ഭിന്നതയുണ്ട്, നാറ്റോയിലുണ്ട്, അങ്ങനെ എല്ലായിടത്തും ഭിന്നതകളുണ്ട് ഇത്തരത്തിൽ. അതായത് ഈ ഒരു ധ്രുവ, അതായത് നമ്മൾ പറയില്ലേ അമേരിക്കയെ കേന്ദ്രീകരിച്ച് മാത്രം ഏകധ്രുവ ലോകത്തിൽ നിന്ന് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ കൂടിയുണ്ട്. കാരണം പല രാജ്യങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഒരുമിച്ച് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗ രാജ്യങ്ങളുടെ കൂട്ടായ്മയല്ലേ, അവരിൽ തന്നെ ഭിന്നത വരുന്നു എന്ന് പറയുന്നത് മാറി വരുന്ന ലോകക്രമത്തിനെ കൂടി സൂചിപ്പിക്കുന്ന ഒന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.